ഭഗവാൻ മഹാവിഷ്ണുവിന്റെ മത്സ്യ അവതാര കഥ അറിയാമോ? സത്യയുഗത്തിന്റെ അവസാന കാലത്ത് ഹയഗ്രീവൻ എന്ന അസുരൻ ബ്രഹ്മാവിന്റെ വിശ്രമവേളയിൽ അദ്ദേഹത്തിൽ നിന്ന് വേദങ്ങൾ തട്ടിയെടുത്തു. അപഹരിച്ച വേദങ്ങൾ കൊണ്ട് ആ അസുരൻ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ മറഞ്ഞു. വേദങ്ങൾ എന്നാൽ അറിവാണ്. ആ ശക്തി ഇല്ലാതെ ആയതോടെ ലോകം മുഴുവൻ അജ്ഞാനം പരക്കുകയും ബ്രഹ്മസൃഷ്ടികൾ പോലും മുടങ്ങുകയും ചെയ്തു. ഇതേ സമയം മനു എന്നൊരു മഹാഭക്തനായ രാജാവുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ രാജാവ് ബദരി നദിയിൽ ദർപ്പണം ചെയ്യുമ്പോൾ നദിയിൽ നിന്ന് ഒരു കുഞ്ഞു മത്സ്യം രാജാവിന്റെ കയ്യിലകപ്പെട്ടു. അത് സംസാരിക്കുന്നത് പോലെ രാജാവിന് തോന്നി. അല്ലയോ രാജാവേ, അങ്ങ് എന്നെ തിരിച്ച് ഈ പുഴയിൽ വിടരുത്. ഈ പുഴയിൽ ധാരാളം വലിയ മത്സ്യങ്ങൾ ഉണ്ട്, അവ എന്നെ ഭക്ഷിക്കും. രാജാവിന് അത്ഭുതവും ഒപ്പം സഹതാപവും തോന്നി. രാജാവ് ആ കുഞ്ഞു മത്സ്യത്തെ തന്റെ കമണ്ടലുവിൽ ആക്കി കൊട്ടാരത്തിൽ എത്തി. പിറ്റേന്ന് രാവിലെ രാജാവ് നോക്കുമ്പോൾ ആ മത്സ്യം വലുതായി കാണപ്പെട്ടു. അത്ഭുതപ്പെട്ട രാജാവ് അതിനെ വലിയ ഒരു പാത്രത്തിൽ ആക്കി. അല്പസമയത്തിനു ശേഷം ആ മത്സ്യം അതിലും ഒതുങ്ങാതെ ആയി. രാജാവ് ആ മത്സ്യത്തെ കുളത്തിലും പിന്നീട് പുഴയിലും നിക്ഷേപിച്ചു. എന്നാൽ മത്സ്യം പുഴയിലും നിറഞ്ഞു. അവസാനം അതിനെ സമുദ്രത്തിലും എത്തിച്ചു. എന്നാൽ സമുദ്രത്തിന്റെ പകുതിയോളം വലുതായി ആ മത്സ്യം. രാജാവിന് കാര്യം മനസ്സിലായി. ഭഗവാനെ നാരായണ. രാജാവ് കൈകൂപ്പി തൊഴുതു. മത്സ്യം പറഞ്ഞു, നീ എന്നെ കാണണം എന്നാഗ്രഹിച്ചില്ലേ? നിന്റെ കളങ്കമില്ലാത്ത ഭക്തിയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. മനു, ഈ യുഗം ഏതാണ്ട് അവസാനിക്കാറായിരിക്കുന്നു. 7 ദിവസത്തിനുള്ളിൽ മഹാപ്രളയം ഈ ഭൂമിയെ വിഴുങ്ങും. നിന്നെ ഞാൻ ഒരു കർത്തവ്യം ഏൽപ്പിക്കുന്നു. ഉടനെ തന്നെ നീ ഒരു വഞ്ചി നിർമ്മിക്കണം. എല്ലാ ചെടിയുടെ വിത്തുകൾ നീ അതിൽ സംഭരിക്കണം. സപ്തർഷികളെയും അവരുടെ കുടുംബങ്ങളെയും കൂടി ആ വഞ്ചിച്ചയിൽ സുരക്ഷിതരാവണം. കൂടെ വാസുകി നാഗത്തെയും കൂട്ടും. ഇത്രയും പറഞ്ഞ് മത്സ്യം തന്റെ അവതാര പൂർത്തീകരണത്തിനായി മറഞ്ഞു. ഹയഗ്രീവനെ കണ്ടെത്തിയ മത്സ്യം ആ അസുരനെ വധിച്ചു. അസുരൻ വധിക്കപ്പെട്ടതോടെ വേദങ്ങൾ സ്വതന്ത്രമായി ബ്രഹ്മവിങ്കൽ തിരിച്ചെത്തി. എല്ലാം പ്രളയത്തിൽ മുങ്ങി. വാസുകി നാഗത്തെ വഞ്ചിയുമായി ബന്ധിപ്പിച്ച് മത്സ്യം അവർക്ക് വഴി കാണിച്ചു. ഹിമാലയ പർവ്വതത്തിൽ സുരക്ഷിതരായി അവരെ എത്തിച്ച് മത്സ്യം അവതാരം പൂർത്തിയാക്കി അപ്രത്യക്ഷമായി.